ചില ആൾക്കാർ കടം വാങ്ങുമ്പോൾ തന്നെ അവർക്കറിയാം ഞാൻ ഈ പൈസ തിരിച്ചു കൊടുക്കാൻ പോകുന്നില്ല. എനിക്കൊക്കെ അങ്ങനത്തെ ഒരുപാട് പണി കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ നല്ലോണം ശ്രദ്ധിച്ചിട്ടേ കൊടുക്കാറുള്ളൂ. ഞാൻ അങ്ങനെ ഓഫീസിൽ ഇങ്ങനെ ഇരിക്കുക, നാട്ടുകാരനായ ഒരാള്, നമ്മളെ അങ്ങനെ ക്ലോസ് റിലേഷൻ ഒന്നുമല്ല, നാട്ടിൽ കണ്ടുപരിചയമുള്ളൂ, കള്ളുകളൊക്കെ എടുത്തിട്ട് പിന്നെ ഒരു 5000 റുപ്യ കടം തരും അത്യാവശ്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്തു, 5000 റുപ്യ കൊടുത്തു. പിന്നെ ചെങ്ങായി എന്നെ മോത്ത് പോലെ തരാൻ ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഇവൻ എല്ലാവരുടെ അടുത്തുനിന്നും ഇതേപോലെ എന്ത് ചെയ്യും, പൈസ വാങ്ങും, തരുള്ളൂ. വേറെ ചെങ്ങായി ഇവന്റെ ഒരു ഫ്രണ്ടിനോട് ഞാൻ എന്ത് ചെയ്തു, ഇതെങ്ങനെ പൈസ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓൻ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്, ഓൻ പൈസ വാങ്ങിയാൽ തരൂലെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ എന്നോട് പറഞ്ഞു. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോ ഇവനുണ്ട് എന്നോട് എന്ത് ചെയ്യുന്നു, അങ്ങനെ ഓൻ മറ്റൊന്നെ കുത്തൊക്കെ പറഞ്ഞല്ല, അപ്പൊ ഇവൻ എന്തായാലും തരും എന്നുള്ളതാണ്. അങ്ങനെ ഇവന്റെ അടുത്ത് വന്നിട്ട് പൈസ വാങ്ങി, കടം വാങ്ങി 5000 റുപ്യ ഇതേപോലെ തന്നെ വാങ്ങി. കുറെ ബാക്ക് കൂടി ഇപ്പൊ 2000 റുപ്യ വന്നു തന്നു. ഇപ്പോഴും ഞാനും ഓനും നമ്മൾ നാട്ടിൽ എന്ത് ചെയ്യല്ല. ഞാൻ അവസാനം ഒരു മെസ്സേജ് അയച്ചു, ഓൻ സ്റ്റോറിയൊക്കെ ഇടും. അപ്പം പറയും ഈ പൈസ തരണ്ട, ഈ മര്യാദക്കൊന്ന് സ്നേഹത്തിൽ എന്ത് ചെയ്യും, ഒന്നെങ്കിൽ ഫോണൊക്കെ ഒന്ന് എടുക്ക്, അല്ലെങ്കിൽ മെസ്സേജിനൊന്ന് റിപ്ലൈ ചെയ്യും. ആ പൈസ കൊടുത്തിട്ട് കടം കൊടുത്തോടുകൂടി എന്തായി, ബന്ധം തെറ്റി വരും. ചില ആൾക്കാർ ഞാൻ മനസ്സിലാക്കി കേട്ടോ, അവർ പൈസ കടം വാങ്ങുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്, എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, പൈസ തരൂല.